إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും ആക്കിത്തീർക്കുവാൻ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കുവാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ, സ്വർഗത്തിലെ ഏറ്റവും വലിയ ദർജകൾ കരസ്ഥമാക്കുവാൻ എന്തെല്ലാം അറിവുകൾ അവൻ മനസ്സിലാക്കേണ്ടതുണ്ടോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വിട്ടേച്ചു പോയിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ എന്തെല്ലാം അറിവുകൾ ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബത്ത് പറയുന്നതായി കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ മുകളിൽ കൂടെ പക്ഷികൾ പറന്നു പോകുന്നുണ്ടെങ്കിൽ ആ പക്ഷികളിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ടതായ എന്തെങ്കിലും ഹൈറുകൾ ഉണ്ടെങ്കിൽ അതുപോലും ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാതെ വിട്ടുകളയുമായിരുന്നില്ല എന്ന് സഹാബികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്ത് നമുക്ക് ഈ ദീനിലും ദുനിയാവിലും നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെല്ലാം ഹൈറുകളുണ്ടോ, എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ ബാധിക്കാൻ പോകുന്ന എന്തെല്ലാം ഷർറുകളുണ്ടോ, എന്തെല്ലാം അപകടങ്ങളുണ്ടോ ആ ഷർറുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഈ ഒരു പരലോകത്തിൽ വിജയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇങ്ങനെയുള്ള ധാരാളം അറിവുകളിൽ വളരെയധികം പ്രധാനപ്പെട്ട, ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് അറിവുകളുണ്ട്. അത്തരം അറിവുകളിൽപ്പെട്ട ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, എങ്കിലും അതിന്റെ പ്രാധാന്യം കൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്തൊരു ദിവസം, അതായത് ഖിയാമത്ത് നാൾ. അന്ന് ഭൂമി പരന്നതാണ്, മരങ്ങളില്ല, മലകളില്ല, കെട്ടിടങ്ങളില്ല, മറ പിടിക്കാൻ, മറഞ്ഞു നിൽക്കാൻ, മാറി നിൽക്കാൻ, തണല് കിട്ടാൻ ഒന്നുമില്ല. ഹദീസുകളിൽ കാണാം, ഖിയാമത്ത് നാളിൽ സൂര്യൻ തലയ്ക്ക് തൊട്ട് മുകളിൽ 1 മൈൽ അകലെ സൂര്യൻ വന്ന് നിൽക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതായി കാണാം. ഓരോ വ്യക്തിയും അവനവൻ ജീവിതത്തിൽ ചെയ്ത തിന്മകളുടെ അടിസ്ഥാനത്തിൽ വേർപ്പിൽ മുങ്ങും. ഓരോരുത്തരും, ചില ആളുകളുടെ വേർപ്പ് അവന്റെ കാലിന്റെ ബിരിയാണി വരെ ഉണ്ടാവും, ചിലരുടെ വേർപ്പ് അവരുടെ കാലിന്റെ മുട്ട് വരെ ഉണ്ടാവും, ചിലരുടെ വേർപ്പ് ഇടുപ്പ് വരെ, ചിലരുടെ നെഞ്ചു വരെ, ചിലരുടെ വായ മൂടുന്ന അവസ്ഥയിൽ അവൻ അനങ്ങാൻ കഴിയില്ല. അവൻ വേർപ്പിൽ, അവന്റെ സ്വന്തം വേർപ്പിൽ അവൻ മുങ്ങി നിൽക്കുന്ന സന്ദർഭമാണ്. ഒരു മറ പിടിക്കാനോ മാറി നിൽക്കാനോ എവിടെയും ഒരു ഉയരമുള്ളൊന്നുമില്ലാത്തൊരു അവസ്ഥയിലാണ് അന്ന് ഭൂമി ഉണ്ടാവുക. വളരെ നിരപ്പായ, ഫ്ലാറ്റായ, ഒരറ്റത്ത് നോക്കിയാൽ മറ്റേ അറ്റം വരെ കാണുന്ന അവസ്ഥയിലാണ് ഭൂമി ഉണ്ടാവുക.
ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകം ആളുകളെ അവർക്ക് മാത്രം ഈ വേർപ്പുണ്ടാവൂല, അവർ ഈ സൂര്യന്റെ ചൂട് അവർക്ക് പ്രയാസം ഉണ്ടാക്കൂല. അവർ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത തണലിൽ യാതൊരു പ്രയാസമില്ല, അതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ തണലിൽ അവർ വളരെ റാഹത്തായി നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. ആ ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത് സബഅത്തുൻ, 7 വിഭാഗം ആളുകൾ, 7 കാറ്റഗറിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 7 കാറ്റഗറികളെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട നിയത്ത്, ഈ 7-ൽ ഏതെങ്കിലും ഒന്നിൽ എനിക്കെങ്ങനെ ഉൾപ്പെടാൻ സാധിക്കും. പരലോകത്തെ പറ്റി പേടിക്കുന്ന, ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെ പറ്റി അറിയുന്ന ഒരു മുസ്ലിം ആദ്യം ചിന്തിക്കേണ്ടത്, ഈ 7-ൽ ഏതെങ്കിലും ഒന്നിൽ എനിക്കെങ്ങനെ ഉൾപ്പെടാൻ കഴിയും. നമ്മൾ ശ്രദ്ധിക്കണല്ലേ, ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറയണോ, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർല. ജനങ്ങൾ ഖിയാമത്ത് നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാവില്ല, വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല, എങ്ങനെയാണോ ജനിച്ചത് അതേപോലെ തന്നെ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഒന്നും ധരിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ വീണ്ടും ജീവിപ്പിക്കുമ്പോൾ അതിൽ ആണും പെണ്ണും ഉണ്ടാവൂലേ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും ധരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ല റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ, അൽ അംറു അശദ്ദു മിൻ ദാലിക യാ ആയിഷ, നീ വിചാരിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസകരമായ ദിവസമാണ് ആ ദിവസം. നമ്മളൊന്നും ചിന്തിച്ചു നോക്കിയേ, ദുനിയാവിൽ എല്ലാ സ്ത്രീകളും ഒരു തരി വസ്ത്രം ധരിക്കാതെ നമ്മുടെ കൺമുന്നിൽ നമ്മളൊന്ന് കണ്ണുയർത്തി നോക്കിയാൽ നമുക്ക് ആ സ്ത്രീകളെ മൊത്തം കാണാൻ കഴിയും. പക്ഷെ നമുക്ക് അവരെ നോക്കാൻ കഴിയുന്നില്ല. അത്രയും പ്രയാസകരമായ ദിവസമാണ് ഖിയാമത്ത് നാളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തുക. ആ ഒരു ദിവസത്തിൽ നമ്മൾക്ക് എളുപ്പം കിട്ടുന്നൊരു വഴി, ഒരു സൊല്യൂഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുതരാം. എന്താണ്? ഒറ്റൊരു കാര്യമില്ല, ഒരേ ഒരു അമലല്ല, 7 കാര്യങ്ങളാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള 7 സന്ദർഭങ്ങളാണ്, സിറ്റുവേഷൻസാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ സാധിച്ചാൽ നമ്മളാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ, നമ്മളാണ് ഏറ്റവും വലിയ ലാഭം കിട്ടിയ ആളുകൾ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് പറയുന്നത്? അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഇത് പറയുമ്പോൾ പലരും ചിന്തിക്കുക, വലിയ ഞങ്ങളൊന്നും ഭരണാധികാരികളൊന്നുമല്ല, ഞങ്ങളൊന്നും രാജാക്കന്മാരോ ചക്രവർത്തിമാരൊന്നും അല്ലല്ലോ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കീഴിൽ ആരുണ്ടെങ്കിലും അത് ചിലപ്പോ നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ഉടമസ്ഥൻ ഓണറാണെങ്കിൽ നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികളായിരിക്കാം. ഇനിയിപ്പോ ഒന്നും വേണ്ട, നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ മക്കളായിരിക്കാം. നമ്മൾ ആരെയാണോ റബ്ബ് സുബ്ഹാനഹു നമ്മുടെ കീഴിൽ ഏൽപ്പിച്ചത് അവരുടെ വിഷയത്തിൽ നമ്മൾ കൃത്യമായി നീതി പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഒന്നാമത്തെ കാറ്റഗറി. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മക്കൾക്കിടയിൽ എല്ലാവരെയും ബാധിക്കുന്ന കോമൺ ആയിട്ടുള്ള വിഷയമാണ് മക്കൾക്കിടയിൽ നീതി കാണിക്കുക എന്നുള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സലഫുകൾ മക്കളുടെ വിഷയത്തിൽ നീതി കാണിക്കുന്നതിൽ വളരെയധികം സൂക്ഷ്മത കാണിക്കാറുണ്ട്. എത്രത്തോളം ഒരു ഉമ്മ കൊടുക്കുന്നതിൽ പോലും മക്കൾക്കിടയിൽ ശ്രദ്ധിക്കാറുണ്ട്. ചെറിയ കുട്ടിക്കൊരു ഉമ്മ കൊടുത്താൽ വലിയ കുട്ടിക്കൊരു ഉമ്മ കൊടുക്കും, അതിൽ പോലും നീതി കാണിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു ഉപ്പ വന്നിട്ട്, സ്വഹാബിയായ ഒരു ഉപ്പ വന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എൻ്റെ മോന് എൻ്റെ ഇന്നൊരു തോട്ടം ഞാൻ ഹദിയായിട്ട് കൊടുക്കുകയാണ്, സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ സമ്മാനം കൊടുക്കുന്നതിൽ താങ്കളെ ഞാൻ സാക്ഷി നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, താങ്കൾക്ക് എത്ര മക്കളുണ്ട്? അപ്പൊ ഇത്ര മക്കളുണ്ട്, 4 മക്കളുണ്ട്. അവർക്കൊക്കെയും താങ്കൾ ഇതുപോലത്തെ ഹദിയ കൊടുത്തിട്ടുണ്ടോ? ഇല്ല റസൂലെ, കൊടുത്തിട്ടില്ല. ഇതെന്റെ ഈ മകന് മാത്രം ഞാൻ പ്രത്യേകം ഇഷ്ടം കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഒരു അതിക്രമത്തിന് ഞാൻ ഒരിക്കലും സാക്ഷി നിൽക്കുകയില്ല, ഒരു അതിക്രമത്തിന് ഞാൻ ഒരിക്കലും സാക്ഷി നിൽക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബി ശക്തമായി ആക്ഷേപിക്കുകയാണ്. മക്കൾക്കിടയിൽ നീതി കാണിക്കുക എന്നുള്ളത് നമുക്കൊക്കെ പറ്റുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. ഈ ഒരു ഒന്നാമത്തെ കാറ്റഗറിയിലേക്ക് എത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് മക്കളെന്നല്ല, ഏത് വിഷയത്തിലാണ്, നമ്മൾ ബിസിനസ്സിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും അങ്ങാടികളിലാണെങ്കിലും നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരേ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ഒരേ നീതി കാണിക്കുക, ഒരേ ദറജ അവർക്ക് വകവെച്ചു കൊടുക്കുക, ഒരേ രൂപത്തിൽ അവരെ നമ്മൾ നോക്കിക്കാണുക എന്നുള്ളത് അത് നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമാണ്.
അങ്ങനെ നീതി പാലിക്കുന്ന ആളുകൾക്ക് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാറ്റഗറി ഇങ്ങനെയുള്ള നീതി കാണിക്കുന്ന ആളുകൾക്കാണ്. എല്ലാ വിഷയത്തിലും നീതി കാണിക്കാം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലായി വളർന്നു വലുതാകുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ. നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ചെറിയ കുട്ടിയെ പറ്റി പറയുന്നില്ല ഹദീസിൽ. പ്രായമുള്ള വയസ്സായിട്ടുള്ള റിട്ടയർ ആയിട്ടുള്ള ആളുകളെ പറ്റി അള്ളാഹ് പറയുന്നില്ല. നബി പഠിപ്പിച്ചു തന്നത് ചെറുപ്പക്കാരനെ പറ്റി. എന്താ ചെറുപ്പക്കാരന്റെ പ്രത്യേകത? നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കിയേ, ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ പ്രചരിച്ചിട്ടുള്ള വ്യാപകമായിട്ടുള്ള ചെറുപ്പക്കാരാണ്. ഒരു ചെറിയ കുട്ടിക്ക് വൃത്തികേടുകൾ അറിയില്ല, അവൻ പഠിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ, പലതും മനസ്സിലായിട്ടുണ്ടാവില്ല. പ്രായമായവരാണെങ്കിൽ അതിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന്റെ ഡേഞ്ചർ മനസ്സിലാക്കി അതിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടാവും, മാറി നിന്നിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ വൃത്തികേടുകളിൽ ഉണ്ടാവുക മെജോറിറ്റി ചെറുപ്പക്കാരാണ്. എന്നു മാത്രമല്ല, ചെറുപ്പക്കാർക്ക് ഏത് സമയത്തും എങ്ങോട്ടും എന്തും ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. എപ്പോഴും എങ്ങോട്ടും പോകാനും എന്തും ആഗ്രഹിക്കാനും എന്തും ചെയ്യാനുള്ള കാപ്പബിലിറ്റി ചെറുപ്പക്കാർക്കുണ്ട്. അത് വയസ്സായവർക്കില്ല, കുട്ടികൾക്കുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയൊക്കെ എന്തെല്ലാം ഹറാമുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചാലും ആ ഒരു പ്രായമാണെങ്കിലും അതിനുള്ള സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാ സൗകര്യവും എനിക്കുണ്ടെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ എൻ്റെ ഈ ആരോഗ്യം ഉപയോഗിക്കും. എൻ്റെ ഈ ചെറുപ്പ കാലഘട്ടം ഞാൻ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഞാൻ ഉപയോഗിക്കില്ലേ? ഇപ്പൊ വേൾഡ് കപ്പിന്റെ കാലഘട്ടമാണ്. രാത്രിയും പകലെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ മണിക്കൂറുകൾ കണക്കെ ടിവിയുടെയും മൊബൈലിന്റെ മുൻപിൽ ആളുകൾ സമയം പാഴാക്കുന്ന ഒരു സന്ദർഭമാണ്, സീസണാണ്. ഈ ഒരു സമയത്തിലും എന്റെ സമയം റബ്ബ് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലല്ലാതെ ഞാൻ ചെലവഴിക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്? നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വളരെ ന്യൂനപക്ഷമാണ്, വളരെ റയറാണ്. അത്രയും റയറായതുകൊണ്ടാണ് ചെറുപ്പക്കാർ വശാബുൻ, ചെറുപ്പക്കാരെ പ്രത്യേകം അള്ളാഹു മെൻഷൻ ചെയ്തത്. അതത്രയും റയറായതുകൊണ്ടാണ്. വയസ്സായി റിട്ടയർമെന്റ് പ്രായമായി സീനിയർ സിറ്റിസൺ ആയിട്ട് പള്ളിയിൽ വന്ന് ഇബാദത്ത് ചെയ്യുന്ന, ഹറാമുകൾ വിട്ടു നിൽക്കുന്ന ധാരാളം ആളുകളെ കാണാൻ സാധിക്കും. ചെറുപ്പക്കാർ അങ്ങനെ എളുപ്പം കാണാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒരു സമൂഹത്തിൽ വളർന്നു വരിക എന്നുള്ളത് അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്, ഉമ്മത്തിന് വലിയ നന്മ ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനായി നമുക്ക് വളരാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വളരാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ പരിശോധിക്കണം. പ്രായമില്ലാത്ത ചെറുപ്പക്കാരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ പരിശോധിക്കണം, എനിക്കങ്ങനെ ആകാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്കില്ല പ്രായമായ മാതാപിതാക്കളായിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകളാണെങ്കിൽ എൻ്റെ മക്കളെ അങ്ങനെ ആക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ചെറുപ്പക്കാർ ഒരിക്കലും ശൈത്താന്റെ കെണികളിൽ നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം, ഒരു ചെറുപ്പക്കാരന് ഈ ഒരു ഹദീസിൽ പറഞ്ഞ രൂപത്തിൽ ആ രൂപത്തിൽ വളരാൻ സാധിക്കണമെങ്കിൽ ഒറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ, ഒരേ ഒരു സൊല്യൂഷനുള്ളൂ. എന്താണെന്നറിയോ? ഒരു ചെറുപ്പക്കാരനായി ടീനേജിലേക്ക് എത്തി പിന്നെ അവനെ ചേഞ്ച് ആക്കാൻ നമുക്ക് കഴിയില്ല, പ്രയാസമാണ്. ഒറ്റൊരു സൊല്യൂഷനേ ഉള്ളൂ. എന്താണ്? ചെറുപ്പം തൊട്ട്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നല്ല രൂപത്തിലാണ് വളർത്തിയെടുക്കുക, തർബിയത്ത് കൊടുക്കുക. ചെറുപ്പം തൊട്ടേ പള്ളികളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. സ്ത്രീകളാണെങ്കിൽ ചെറുപ്പം തൊട്ടേ നല്ല ഹയാഇന്റെ, ലജ്ജയുടെ വസ്ത്രങ്ങൾ, ശരീരം മുഴുവൻ അറിയുന്ന വസ്ത്രങ്ങൾ ചെറുപ്പം മുതലേ ധരിപ്പിക്കുക. ചെറുപ്പം മുതൽ വളർത്തിയെടുത്താലല്ലാതെ ഈ ടീനേജ് പ്രായത്തിൽ ഒരാളെ നമുക്ക് വളർത്തിയെടുക്കാൻ, മാറ്റിയെടുക്കാൻ കഴിയില്ല. അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. ചെറിയ കുട്ടിയല്ലേ, ചെറിയ പ്രായമായിട്ടുള്ളൂ, വലിയ പ്രായം ആയിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ചെറിയ കുട്ടികളുടെ വിഷയത്തിൽ പരമാവധി ലൂസാവും. എല്ലാ ഹറാമുകൾക്കും വിട്ടുകൊടുക്കും, എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടി നിൽക്കും, ഒക്കെ നമ്മൾ കണ്ണടയ്ക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ വളർത്തിയ ഒരു കുട്ടി ഒരിക്കലും വലുതാകും മാറ്റം വരൂല, വലുതാകും മാറ്റാൻ കഴിയില്ല. ചെറുപ്പത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ നല്ല തർബീയത്ത് കൊടുത്താലല്ലാതെ നല്ലൊരു ചെറുപ്പക്കാരനെ വളർത്തിയെടുക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമതിന് വിശ്വാസം പഠിപ്പിച്ചിരുന്നത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. ഒരാൾ, അവന്റെ ഹൃദയം, ഒരു പുരുഷൻ, ആണുങ്ങളെ പറ്റിയിട്ട് പറയാം, അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാൻ കാണുന്നില്ലേ, ഇത് ചുമരിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇതിന് മുഅല്ലഖ് എന്ന് അറബിയിൽ പറയാം. നിലത്ത് തട്ടിയിട്ടില്ല, എന്നാൽ ചുമരിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ
പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയാലും അവന്റെ കൽബ് പള്ളിയിലായിരിക്കും. ഓരോ സന്ദർഭത്തിലും അവന് തിരക്കുകളുണ്ട്, ജോലികളുണ്ട്, മറ്റൊരുപാട് അത്യാവശ്യങ്ങളുണ്ട്. വീട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യങ്ങളുണ്ട്, അങ്ങാടിയിൽ പോകേണ്ട അത്യാവശ്യങ്ങളുണ്ട്, മറ്റു ജോലി തിരക്കുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു തിരക്ക് ഒഴിഞ്ഞ് കിട്ടിയാൽ, ഒരു ഫ്രീ ടൈം കിട്ടിയാൽ, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അവൻ ഓടി പള്ളിയിലേക്ക് വരും. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ എത്ര ആളുകളുണ്ട് അല്ലെ? നമ്മൾ ഫ്രീ ടൈം കിട്ടിയാൽ ഹറാമുകളിലേക്ക് മുഴുകാം, മൊബൈൽ ഫോൺ എടുക്കലാണ്, സോഷ്യൽ മീഡിയ നോക്കലാണ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ് എന്നൊരവസ്ഥയിലേക്ക് നമുക്ക് ആകാൻ സാധിക്കണമെങ്കിൽ പരമാവധി സമയം പള്ളികളിൽ ചെലവഴിക്കണം. നബിസല്ലല്ലാഹു പഠിപ്പിച്ചെന്നത് ഒരാൾ പരമാവധി സമയം പള്ളിയിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയെന്നറിയോ? നബിസല്ലല്ലാഹു പഠിപ്പിച്ച ശ്രദ്ധിക്കണം ആ റിയാക്ഷൻ. പള്ളികളിൽ പരമാവധി സമയം ചെലവഴിക്കുന്ന ഒരാൾ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിന്റെ റിയാക്ഷൻ എന്താണെന്നറിയോ? കുറെ കാലം വീട്ടിൽ നിന്ന് വിട്ടുനിന്ന ഒരാൾ കുറെ വർഷത്തേക്ക് ഗൾഫിലേക്ക് പോയി, നമ്മുടെ സഹോദരനോ ഉപ്പയോ ഉമ്മയോ, അവർ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ നേരിട്ട് കാണണം. ആ ഒരു കാണുന്ന സന്ദർഭത്തിൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അതുപോലെ അള്ളാഹു സന്തോഷിക്കും ആരെ കാണുമ്പോൾ? ഖിയാമത്ത് നാളിൽ പള്ളികളിൽ ധാരാളം സമയം ചെലവഴിച്ച ഒരാളെ കാണുമ്പോൾ. പള്ളികൾ സമയം ചെലവഴിക്കുക എന്നുള്ളത് തന്നെ ഒരു ഇബാദത്താണ്. അല്ലെ? നബിസല്ലല്ലാഹു പഠിപ്പിക്കുന്നത് ഒരാൾ ഫർള് നിസ്കാര ശേഷം നിസ്കരിച്ചു കഴിഞ്ഞ് അവൻ ആ നിസ്കരിച്ച സ്ഥലത്ത് പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ എത്ര സമയം പള്ളിയിൽ കഴിച്ചു കൂട്ടുമോ അത്രയും സമയം മലക്കുകൾ അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു. അല്ലാഹു നീ ഇവനെ പുറത്തു കൊടുക്കണമേ, അല്ലാഹു നീ ഇവനെ റഹ്മത്ത് ചെയ്യണമേ എന്ന് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ ഉദു നഷ്ടപ്പെടുന്നിടത്തോളം, അല്ലെങ്കിൽ പള്ളിയിൽ ചെയ്യാൻ പാടില്ലാത്ത അതവില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പള്ളികളിൽ പരമാവധി സമയം ചെലവഴിക്കുക, അത് വളരെ മഹത്തരമായ ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു ഹദീസിൽ, വളരെ അത്ഭുതകരമായ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള സ്ഥാനം കിട്ടിയ അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കൽ സ്ഥിതി ചെയ്യുന്ന കുറച്ച് മലക്കുകളുണ്ട്. അവരെ മലഉൽ അഅല എന്നാ പറയും, ഏറ്റവും ഉന്നതരായ മലക്കുകൾ, അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ. ആ മലക്കുകൾ തമ്മിൽ ഭയങ്കര ചർച്ചയാണ്, സംസാരമാണ്, എപ്പോൾ ഡിസ്കഷനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഇവരെന്ത് വിഷയത്തിലാണ് ഈ ഡിസ്കഷൻ ചെയ്യുന്നത്? എന്തിന്റെ കാര്യത്തിൽ ഈ പരസ്പരം എപ്പോഴും സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബത്തോണ്ട് ഇല്ല റസൂൽ, ഞങ്ങൾക്കറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് 3 കാര്യങ്ങളിലാണ് ഈ അള്ളാഹുവിന്റെ മലക്കുകൾ, ഏറ്റവും മുഖറബീങ്ങളായ മലക്കുകൾ പരസ്പരം ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളിലാണ്. ഒരു കാര്യം എന്താണെന്നറിയോ? വൻതിവാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് കാത്തിരിക്കാം. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന്, ഇപ്പൊ നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു, നമുക്ക് പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ല, അത്യാവശ്യങ്ങളൊന്നുമില്ല, ഇശാ ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമുള്ളൂ. മഗ്‌രിബ് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞാൽ വളരെ കുറച്ചൊരു മണിക്കൂർ പോലും സമയം ഉണ്ടാവില്ല. ഈ ഒരു സമയം നമ്മൾ ഇശാ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കണം പള്ളിയിൽ. അങ്ങനെ കാത്തിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഫദാലികുമുർ റിബാത്ത്, അവന് റിബാത്തിന്റെ പ്രതിഫലം. എന്താ റിബാത്തിന്റെ പ്രതിഫലം? അവൻ ആ അവസ്ഥയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അമലുകൾ സ്റ്റോപ്പ് ആവൂല. അല്ലെ, നമ്മളൊരു വ്യക്തി, സാധാരണ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഏടുകൾ അടയ്ക്കപ്പെട്ടു, അവന്റെ അമലുകൾ സ്റ്റോപ്പായി കഴിഞ്ഞു. പക്ഷെ ഇങ്ങനൊരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഏടുകൾ അടയ്ക്കപ്പെടുന്നില്ല, അവന്റെ അമലുകൾ എഴുതി വെക്കുന്ന സ്റ്റോപ്പാകുന്നില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഖിയാമത്ത് നാൾ വരേക്കും. ഖിയാമത്ത് നാൾ വരേക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട് കണ്ടിന്യൂസ് ആയി അവന്റെ അമലുകൾ എഴുതി വെച്ചുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളികളിൽ സമയം ചെലവഴിക്കുന്ന ആളുകളെ പറ്റി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരമാവധി നമ്മുടെ സമയം പള്ളികളിൽ ചെലവഴിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കാൻ ഈ ഹദീസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും ഈ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ഉള്ള എളുപ്പം നൽകുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം. إن
ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. നമുക്ക് നമ്മുടെ പരലോകത്തിൽ ഏറ്റവും എളുപ്പം കിട്ടുവാനും വലിയ ദർജകൾ കരസ്ഥമാക്കുവാനും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ഏറ്റവും എഫക്റ്റീവായിട്ട് സിമ്പിളായി പ്രാക്ടിക്കലാക്കാൻ സാധിക്കുന്ന 7 വഴികളെ സംബന്ധിച്ച് 7 കാറ്റഗറികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അതിൽ 4-ാമത്തെ കാര്യം വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്, 2 ആളുകൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ത് കാരണത്താലാണെന്നറിയോ? അവർ തമ്മിൽ റിലേഷൻ ഇല്ല, കുടുംബ ബന്ധമുള്ളത് കൊണ്ടല്ല, എന്തെങ്കിലും കച്ചവടത്തിന്റെ ബന്ധമുള്ളത് കൊണ്ടല്ല, ഒരേ നാട്ടുകാരനായതുകൊണ്ടല്ല, മറ്റെന്തെങ്കിലും ബന്ധങ്ങളോ കാരണങ്ങളോ സബബുകളോ ഉള്ളത് കൊണ്ടല്ല. റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട ആളുകൾ. വേറൊരു റീസണില്ല. അവനെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവൻ എന്നെ ഇഷ്ടപ്പെടുന്നതിന് മറ്റൊരു റീസണില്ല. അവനെ ഇഷ്ടപ്പെട്ടാൽ സാമ്പത്തികമായി എന്തെങ്കിലും ലാഭം കിട്ടാനില്ല, അവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കാനില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവിന്റെ ലാഭങ്ങളോ ഒന്നും കിട്ടാനില്ല. അവനെ ഇഷ്ടപ്പെടുന്നത് ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി, വേറൊരു കാരണമില്ല. അങ്ങനെ 2 ആളുകൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന 4-ാമത്തെ കാറ്റഗറി. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഒരാൾ ഇഷ്ടപ്പെടുക എന്നത് എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എന്തെങ്കിലും പ്രയാസമുണ്ടോ? വളരെ എളുപ്പമായി എല്ലാവർക്കും പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന കാര്യം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും. ആ ഇഷ്ടപ്പെടൽ മറ്റൊരു റീസൺ ഉള്ളത് കൊണ്ടാവരുത്, മറ്റെന്തെങ്കിലും നിയ്യത്തുകൾ കൊണ്ടാകരുത്. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക. ഏതെങ്കിലും ഒരാളെങ്കിലും നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചതായി കാണാം. ഒരാളെങ്കിലും അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഈമാനിന്റെ മാധുര്യം കിട്ടും, സ്വീറ്റ്നെസ് കിട്ടും. ഈമാനൊരു സ്വീറ്റ്നെസ് ഉണ്ട്, അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അത് ഈ ദുനിയാവിൽ മറ്റൊന്നുകൊണ്ട് കിട്ടൂല, വേറൊന്നുകൊണ്ടും അതെന്താ. എത്ര സമ്പത്ത് കിട്ടിയാലും അധികാരം കിട്ടിയാലും സൗകര്യങ്ങൾ കിട്ടിയാലും ഈ മാധുര്യം, ആ ടേസ്റ്റ് അത് ഈമാനിന് കൊണ്ടേ കിട്ടുകയുള്ളൂ, വേറൊന്നും കൊണ്ട് കിട്ടുകയില്ല. ആ ടേസ്റ്റ് കിട്ടാൻ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗമാണെന്ത്? ഒരാളെങ്കിലും, ഒറ്റൊരാളെങ്കിലും ഏറ്റവും മിനിമം അള്ളാഹുവിന് വേണ്ടി വേറൊരു കാരണമില്ലാതെ നമ്മൾക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കാമെന്നുള്ളത്. ഇതാണ് 4-ാമത്തെ കാരണം. 5-ാമത്തെ കാരണം നമ്മൾ ശ്രദ്ധിക്കണം. വറജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാത മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു വ്യക്തി, ഒരു പുരുഷൻ, ഈ പുരുഷനെ ഒരു സ്ത്രീ, എങ്ങനെയുള്ള സ്ത്രീ? വളരെയധികം പദവിയുള്ള, സമ്പത്തുള്ള, കുടുംബ മഹിമയുള്ളൊരു സ്ത്രീ എന്ന് മാത്രമല്ല അവൾക്ക് വളരെയധികം ഭംഗിയുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ ഈ പുരുഷനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്, വ്യഭിചാരത്തിന് വേണ്ടി, വൃത്തികേടിന് വേണ്ടി ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അപ്പൊ ഈ പുരുഷൻ തിരിച്ചങ്ങോട്ട് റെസ്പോൺസ് ചെയ്യുന്നതാ, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്. വേറൊരു കാരണം കൊണ്ടല്ല അവനത് ചെയ്യാത്തത്. അവന് മറ്റൊന്നും പേടിക്കുന്നില്ല. കാരണം മറ്റൊന്നും പേടിക്കാത്ത രൂപത്തിലുള്ള എല്ലാ സബബുകളോട് ഒത്തുചേർന്നിട്ടുണ്ട്. അധികാരമുള്ള സ്ത്രീയാണ്, സമ്പത്തുള്ള സ്ത്രീയാണ്, ഒന്നും പേടിക്കാനില്ല. എന്ന് മാത്രമല്ല മനുഷ്യന് താല്പര്യമുണ്ടാകുന്ന രൂപത്തിൽ വളരെയധികം സൗന്ദര്യമുള്ള സ്ത്രീയാണ്. പക്ഷെ ആ സ്ത്രീ ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കല്ല, ആ സ്ത്രീ ഇങ്ങോട്ട് കടന്നു വരികയാണ്, ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് വ്യഭിചാരത്തിന് വേണ്ടി. അപ്പോൾ ആ വ്യക്തി ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്. വേറൊന്നും കൊണ്ട്, നാട്ടുകാർ കാണുന്നുള്ളത് കൊണ്ടല്ല, കൂട്ടുകാർ കുറ്റം പറയുന്നുള്ളത് കൊണ്ടല്ല, കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്നുള്ളത് കൊണ്ടല്ല, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന കാരണം പറഞ്ഞിട്ട് ആ വ്യക്തി ആ വ്യഭിചാരത്തിന്റെ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ, തള്ളിക്കളയാൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന 5-ാമത്തെ ആൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ മൊബൈൽ ഫോണുകളിലൂടെ ഡെയിലി എന്നോണം ഇത്തരം ക്ഷണങ്ങൾ, ഇൻവിറ്റേഷനുകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരുടെ ജീവിതം അറിയെങ്കിൽ, അടുത്തറിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം ക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ തലങ്ങും വിലങ്ങും ഫ്രീക്വന്റായി രാവിലെ എന്നും വൈകുന്നേരം ഒന്നും വ്യത്യാസമില്ലാതെ എപ്പോഴും കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ, മറ്റു പല ആപ്പുകളിലൂടെ, പല അഡ്വർടൈസ്മെന്റുകളിലൂടെ, മറ്റു പല കാര്യങ്ങളിലൂടെയും ഓരോ ചെറുപ്പക്കാരെയും ഇത്തരം ക്ഷണങ്ങൾ ദിവസവും പല തവണ ആവർത്തിച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ആ ഒരു സന്ദർഭത്തിലൊക്കെയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക എന്നുള്ളത്
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ തണൽ കിട്ടാൻ നമ്മളെ അർഹനാക്കി തീർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആറാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വറജുലുൻ തസദ്ദഖ ബിസദഖതി ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ആറാമത്തെ വ്യക്തി ഒരാൾ സ്വതക്ക ചെയ്യാൻ, ദാനധർമ്മം ചെയ്യാൻ. ഈ ദാനധർമ്മം ചെയ്യുന്നതിന് പ്രത്യേകത എന്താണെന്നറിയോ? ഈ ദാനധർമ്മം ചെയ്യുമ്പോൾ ഇവന്റെ വലത് കൈ ചെലവഴിച്ച ആ സമ്പത്ത്, ആ ദാനധർമ്മത്തെ പറ്റി ഇവന്റെ ഇടത് കൈ പോലും അറിയുന്നില്ല. വളരെ സീക്രട്ടായി, വളരെ രഹസ്യമായി, ഒരാളും അറിയാതെ, ഒരാളും അതിനെപ്പറ്റി മനസ്സിലാക്കാത്ത രൂപത്തിൽ സ്വതക്ക ചെയ്യുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന സലഫുകളിൽപ്പെട്ട ഒരു ഇമാമുണ്ട്. അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനായ അലി റഹിമഹുല്ലാഹ്, അദ്ദേഹം സൈനുൽ ആബിദീൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സലഫുകളുടെ കൂട്ടത്തിൽ. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടും. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് മദീനത്തുള്ള ഫക്കീർമാർ, 10ഓളം ഫക്കീർമാരുടെ വീടുകളിൽ ദിവസവും ഡെയിലി അവർക്ക് വേണ്ട ഭക്ഷണം എത്താറുണ്ട്. ദിവസവും അവർക്കറിയില്ല, ഇത്രയും വർഷങ്ങളായി ഞങ്ങളുടെ വീട്ടിലേക്ക് ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം കൊണ്ടു തരുന്നത് ആരാണെന്ന് അവർക്കറിയില്ല. ഇതെപ്പോഴും മനസ്സിലായെന്നറിയോ? സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ് മരണപ്പെട്ടപ്പോൾ അന്നത്തെ ദിവസം മുതൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവരുടെ വീട്ടിലേക്ക് എത്തുന്നില്ല, അത് സ്റ്റോപ്പായി. അപ്പോഴവർക്ക് മനസ്സിലായി, ഇദ്ദേഹമായിരുന്നു ഞങ്ങളുടെ വീടുകളിലേക്ക് എല്ലാ ദിവസവും വർഷങ്ങളായി ഈ ഭക്ഷണപ്പൊതി കൊണ്ടുവന്ന് വെക്കുന്നത് ഇദ്ദേഹമായിരുന്നു മനസ്സിലായത് അപ്പോൾ മാത്രമാണ്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ സ്വതക്ക ചെയ്യുക അല്ലെ? പല സലഫുകളും അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണത്തിന് പൊതിയുമായിട്ട് എന്ത് ചെയ്യുക, രാവിലെ ജോലിക്ക് ഇറങ്ങിത്തിരിക്കാറുണ്ട്. ജോലിക്ക് പോകുമ്പോൾ ടിഫിനുമായിട്ട് ഇറങ്ങും. വൈകുന്നേരം എത്തുമ്പോൾ ടിഫിൻ ബോക്സ് കാലിയായിട്ടുണ്ട്. അപ്പൊ വീട്ടുകാർ വിചാരിക്കുന്നത് ദിവസവും ജോലി സ്ഥലത്ത് പോയി ഉച്ചയാകും ഭക്ഷണം കഴിക്കുന്നു, വൈകുന്നേരമായി തിരിച്ചു വരുന്നു, ഇതേപോലെ വിചാരിച്ചിരുന്നു. പക്ഷേ 40 വർഷം തുടർച്ചയായി ഇയാൾ ഈ ഭക്ഷണം ഒരാൾക്ക് സ്വതക്ക കൊടുക്കണം. അയാൾ കഴിക്കുന്നില്ല. അയാൾ ആ 40 വർഷവും നോമ്പുകാരനാണ്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സ്വതക്ക ചെയ്യുക എന്നതിന്റെ വിശ്വാസം പഠിപ്പിച്ച ചില ഉദാഹരണങ്ങൾ മാത്രം. പരമാവധി സീക്രട്ടാക്കലെ. ആളുകൾ പബ്ലിക്കായിട്ട് സ്വതക്ക ചെയ്യാൻ ആളുകൾക്ക് ഒരു മടിയില്ല. എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ കൊടുക്കും. പക്ഷെ ലക്ഷങ്ങൾ കൊടുത്താൽ അതിന്റെ അഡ്വർടൈസ്മെന്റുകൾ വരണം, അതിന്റെ വീഡിയോ വരണം, ഫോട്ടോ വരണം, പത്രത്തിൽ പബ്ലിഷ് ആക്കണം, സോഷ്യൽ മീഡിയയിൽ വരണം, എങ്കിൽ കൊടുക്കും. അല്ലാതെ കൊടുക്കാൻ തയ്യാറാകാത്ത എത്ര ആളുകളുണ്ട്, എത്ര ചാരിറ്റി പ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയല്ല ഒരു മുസ്ലിം. അവൻ കൊടുക്കുന്നത് ആരും അറിയുകയില്ല. ആരും അറിയാതെ പരമാവധി സ്വതക്ക ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ. ഏഴാമത്തത് വളരെ ശ്രദ്ധിക്കണം, അവസാനിപ്പിക്കാം. അവസാനത്തെ കാര്യം, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു. ഒരാൾ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർക്കുകയാണ്. ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഫഫാദത് ഐനാഹു, അവന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. അല്ലേ? നമ്മളൊക്കെ കരയാറുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി കരയാറുണ്ട്, ദുനിയാവിന്റെ പല നഷ്ടങ്ങൾക്ക് വേണ്ടി കരയാറുണ്ട്. പക്ഷേ നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടു പോകുമോ എന്നതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മളെപ്പോഴാണ് കരഞ്ഞിട്ടുള്ളത്? നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടേണ്ടി വരുമല്ലോ എന്നതിനെ പറ്റി ചിന്തിച്ച് നമ്മളെപ്പോഴാണ് കരഞ്ഞിട്ടുള്ളത്? നമ്മൾ ചെയ്ത തിന്മകൾ റബ്ബ് അത് പുറത്തു തന്നിട്ടുണ്ടാകുമോ എന്നതിനെ പറ്റി ചിന്തിച്ച് നമ്മളെപ്പോഴാണ് കരഞ്ഞിട്ടുള്ളത്? നബി പഠിപ്പിച്ചെന്ന് ഒരാൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ അകടിൽ നിന്ന് കറന്നെടുത്ത പാൽ തിരിച്ചതിന്റെ അകടിലേക്ക് മടങ്ങിപ്പോകുമ്പോഴും അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി ഹദീസിൽ പഠിപ്പിച്ചാണ്. അള്ളാഹുവിനെ ഓർത്ത് കരയാൻ, ആളുകളുടെ മുന്നിൽ വെച്ച് കരയാൻ എല്ലാവർക്കും പറ്റും, സിമ്പിളാണ്. ജനങ്ങളൊക്കെ നോക്കി നിൽക്കുക, പബ്ലിക്കായിട്ട് കരയാൻ എളുപ്പമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ആരും കാണാതിരിക്കുമ്പോൾ, റബ്ബിനെ ഓർത്ത് റബ്ബ് എന്നെ ശിക്ഷിച്ചേക്കുമോ എന്ന പേടി കൊണ്ട് മാത്രം മറ്റാരെയും ബോധ്യപ്പെടുത്താതെ, മറ്റാരെയും കാണിക്കാതെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുക. അത് നിസ്സാസം പഠിപ്പിക്കുന്ന 7ാമത്തെ കാര്യമാണ്. അങ്ങനെ നമ്മൾക്ക് കരയാൻ സാധിക്കണം. നിസ്സാസം പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ കരയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കരയാൻ പരിശ്രമിക്കണം. നിസ്സാസം പഠിപ്പിക്കുന്ന നജാത്ത് നമ്മുടെ രക്ഷ. എന്താണ് നമ്മുടെ രക്ഷ? രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് പഠിപ്പിച്ചപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം, ബബ്കി അലാ ഖതീഅതി, നിന്റെ തിന്മകളെ പറ്റി ചിന്തിച്ച് നീ കരയണം. നമ്മളെപ്പോഴാണ് കരഞ്ഞിട്ടുള്ളത്? നമ്മൾ എന്തിനാ കരഞ്ഞിട്ടുള്ളത്? നമ്മുടെ തിന്മകളെ പറ്റി കരഞ്ഞിട്ട് എത്ര നാളായി, എത്ര ദിവസങ്ങളായി?
നമ്മൾ ചെയ്ത തിന്മകൾ റബ്ബിന്റെ അടുക്കൽ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ ഇപ്പോഴൊക്കെ അറിഞ്ഞിട്ടുള്ളത്. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ കരയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ റബ്ബിന്റെ ശിക്ഷയിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. വളരെയധികം പേടിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപത്തിൽ റബ്ബിനെ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രഹസ്യജീവിതം ഈ 7 കാര്യങ്ങളും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട, അതൊന്നും പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാം നമ്മളും റബ്ബുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. എല്ലാം ഈ 7 കാര്യങ്ങൾ ഇതിൽ നമ്മൾക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ജീവിതത്തിൽ ഈ 7 കാര്യങ്ങളും നമ്മൾക്ക് കഴിവിന്റെ പരമാവധി നമ്മൾ പ്രാക്ടിക്കലാക്കിയാൽ നമുക്ക് ഏറ്റവും നല്ലൊരു ജീവിതം ഈ ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. ഏറ്റവും നല്ലൊരു ജീവിതം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ 7 കാര്യങ്ങൾ പറ്റുമെങ്കിൽ 7 പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക. അതിന് സാധിക്കാത്ത ആളുകൾ എത്ര കാര്യങ്ങളാണോ അവരുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ സാധിക്കുന്നത് അത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, അപ്ലൈ ചെയ്യാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാനും അങ്ങനെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ പ്രയാസങ്ങൾ നിശ്ചയിക്കുമ്പോൾ ആ പ്രയാസങ്ങളിൽ ഭയപ്പെടാതെ ഏറ്റവും എളുപ്പത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, അവൻ തൃപ്തിപ്പെടുന്ന ആളുകൾ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ജീവിതത്തിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ, അപാകതകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ജീവിതം, ആ കഴിഞ്ഞുപോയ തെറ്റുകൾ ആവർത്തിക്കാത്ത, ഇത്തരം നന്മകൾ വിട്ടുകളയാത്ത, പരമാവധി നല്ല കാര്യങ്ങളിൽ പരിശ്രമിക്കുകയും മുന്നേറുകയും ചെയ്യുന്ന നല്ലൊരു ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും എളുപ്പമാക്കി നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ധാരാളം സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കുകയും എല്ലാ തരത്തിലുള്ള ആഫിയത്തും അമ്നും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.